മലയാള സിനിമയിലെ എക്കാലത്തെയും നല്ല എഴുത്തുകാരനും സംവിധായകനും നടനുമാണ് ശ്രീനിവാസൻ. വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്ത് ഇന്നത്തെ നിർമ്മാതാവ് സുരേഷ് കുമാറിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ റൂമിൽ ശ്രീനിവാസൻ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു തടിയൻ ഞൊണ്ടിക്കാലൻ കടന്നു വന്നു. അപ്പോൾ സുരേഷ് കുമാർ അയാളെ പരിചയപ്പെടുത്തി. ഇതെൻ്റെ സുഹൃത്താണ്. ആ തടിയൻ സുരേഷ് കുമാറിൻ്റെ കൂടെ തന്നെയായിരുന്നു താമസം. ആ സമയം ആ തടിയൻ മുടന്തിക്കൊണ്ടായിരുന്നു നടന്നിരുന്നത്. അതിൻ്റെ കാരണം അയാൾക്ക് അടുത്തിടെ ഒരു ബൈക്ക് അപകടം ഉണ്ടായി. അതുകൊണ്ടാണ് അയാൾ മുടന്തുന്നതെന്ന് സുരേഷ് കുമാർ ശ്രീനിവാസനോട് പറഞ്ഞു. അപ്പോൾ സുരേഷ് കുമാർ വീണ്ടും അയാളെ വിശദമായി പരിചയപ്പെടുത്തി. ഇയാളും സിനിമയിൽ അഭിനയിക്കണം എന്ന ആഗ്രഹത്തോടെ നടക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീനിവാസൻ അയാളെ സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് അയാളോട് ചോദിച്ചു, നിങ്ങൾ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടോ? ആ ചെറുപ്പക്കാരൻ ഇല്ല എന്ന് മറുപടി നൽകി. ശ്രീനിവാസൻ വീണ്ടും ചോദിച്ചു, അഭിനയം ശാസ്ത്രീയമായി വല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചിട്ടുണ്ടോ എന്ന്. അതിനും അയാൾ ഇല്ല എന്ന മറുപടിയാണ് നൽകിയത്. ശ്രീനിവാസനോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങൾ അഭിനയിച്ച മേള എന്ന സിനിമ ഞാൻ കണ്ടു. നിങ്ങളുടെ അഭിനയം നന്നായിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ശ്രീനിവാസന് വലിയ സന്തോഷമൊക്കെ തോന്നി. അയാളോട് ഒരല്പം ബഹുമാനവും തോന്നി. അപ്പോൾ ശ്രീനി അയാളെക്കുറിച്ച് മനസ്സിൽ ചിന്തിച്ചു, മക്കളെ, മോനെ, ഇവിടെ കിടന്ന് പട്ടിണി കിടക്കാതെ വേഗം സ്ഥലം വിട്ടോ. തടിച്ച ശരീരവും ബലൂൺ വീർപ്പിച്ച പോലത്തെ ഒരു മുഖവും. അന്ന് ശ്രീനിവാസൻ അയാളെ മനസ്സിൽ പുച്ഛിച്ചു. അയാൾ ഒരു മണ്ട ശിരോമണി തന്നെ. ഇവിടെ ഞാനൊരുത്തൻ ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ച പരിചയവും അതുകൂടാതെ അഭിനയം ശാസ്ത്രീയമായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കുകയും ചെയ്തിട്ടും ചൊറിയും കുത്തി തിരിഞ്ഞു നടക്കുമ്പോഴാണ് ഇവിടെ ഒരുത്തൻ ഒരു പിണ്ണാക്കും അറിയാതെ ചുമ്മാതെ സിനിമയിൽ അഭിനയിക്കാൻ വന്നിരിക്കുന്നത്. ശ്രീനിവാസൻ 1000 വട്ടം മനസ്സിൽ അയാളെ കളിയാക്കി ചിരിച്ചു. അവസാനം അതുവരെ പിടിച്ചിരുന്ന ഗൗരവം അല്പം താഴ്ത്തിക്കൊണ്ട് ശ്രീനി അയാളോട് ചോദിച്ചു, സുഹൃത്തെ, എന്താണ് നിങ്ങളുടെ പേര്? ആ ചെറുപ്പക്കാരൻ വളരെയധികം എളിമയോടെ പറഞ്ഞു, എൻ്റെ പേര് മോഹൻലാൽ എന്നാണ്. അതെ, ആ മോഹൻലാൽ തന്നെയാണ് മലയാളത്തിൻ്റെയും ഇന്ത്യൻ സിനിമയുടെയും എക്കാലത്തെയും പ്രതിഭാധനനായ അഭിനേതാവായ പത്മശ്രീ ഭരത് മോഹൻലാൽ. പിന്നീട് കാലം ഒരുക്കിയ തിരക്കഥയിൽ ശ്രീനിവാസനും മോഹൻലാലും ഒരുമിച്ച് എത്രയോ ചിത്രങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. മോഹൻലാലിൻ്റെ പടിപടിയായുള്ള കയറ്റം ആസ്വദിച്ചു കണ്ടവനാണ് ശ്രീനിവാസൻ. കഠിനമായ ആത്മസമർപ്പണത്തിലൂടെ സർവ്വതും നേടിയെടുത്ത ശ്രീ മോഹൻലാലിന് GPS മീഡിയയുടെ എല്ലാ നന്മകളും നേർന്നുകൊള്ളുന്നു.